നമുക്കറിയാം ഈ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ കാൻഡിഡേറ്റിനും അവരുടേതായ സ്ട്രാറ്റജീസ് ഉണ്ടാവും. ആ സ്ട്രാറ്റജിയിലൂടെയാണ് അവർ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരാളുടെ സ്ട്രാറ്റജി വേറൊരാൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ലക്ഷ്യത്തിൽ തങ്ങൾ എത്തിപ്പെടണമെന്നില്ല. അപ്പോൾ ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഐസക്ക് ഫോളോ ചെയ്ത സ്ട്രാറ്റജി എന്താണ്? എൻ്റെ സ്ട്രാറ്റജി ആക്ച്വലി ഒരു ട്രയൽ ആൻഡ് എറർ സ്ട്രാറ്റജി ആയിരുന്നു. സോ അതിപ്പോൾ ഒന്ന് ബ്രീഫ്ലി മെൻഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3 കമ്പോണൻ്റ് ആണുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു എക്സാം എഴുതുമ്പോൾ അത് ക്ലിയർ ചെയ്ത് എനിക്ക് ഇന്ന സ്ഥാനത്ത് എത്തണം എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആ ഒരു പ്രോസസ്സിനെയും ആ ഒരു എക്സാമിനെയാണ് എന്നെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്യുന്നത്. സോ ദ അൾട്ടിമേറ്റ് എയിം ഇസ് ടു ബി ഇൻ ദ സർക്കിൾ. ഇതായിരുന്നു എൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഐ മെയ്ഡ് ഇറ്റ് ആസ് എ ലോങ് ടേം സ്ട്രാറ്റജി. ഇപ്പോൾ ഒറ്റയടിക്ക് ചെന്നെടുത്ത് തിരിച്ചു വരാമെന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരു പേഴ്സണലി അത് എന്നെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതായിരുന്നു കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. യെസ്, ഐ എൻജോയ് ദ അതെ, അതായിരുന്നു ആദ്യത്തെ ഒരു ഫോക്കസ്. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ആയിട്ടുള്ളത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡെപ്ത് കൂടി വരാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിൻ്റെ അനാലിറ്റിക്കൽ കമ്പോണൻറ്റിൻ്റെയും ഡെപ്ത് കൂടി വരാണ്. സോ ഒരു പെർട്ടിക്കുലർ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്ക് പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് അവിടെ എത്താൻ പറ്റണം എന്നില്ല. സോ റീഡിങ് പോർട്ട്ഫോളിയോ തിരഞ്ഞെടുക്കുക. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ ഏറ്റവും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു റീഡിങ് പോർട്ട്ഫോളിയോ തിരഞ്ഞെടുക്കുക. പിന്നെ ദിസ് ഇസ് പെർഹാപ്സ് ദ നെക്സ്റ്റ് കമ്പോണൻറ്റ്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു കമ്പോണൻ്റ് ഐറ്റം ഇസ് റിപ്പീറ്റഡ് റിവിഷൻ. റിപ്പീറ്റഡ് ആയിട്ടുള്ള എത്രത്തോളം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വീണ്ടും റിവൈസ് ചെയ്യുക. ഈ 3 ബ്രോഡ് പില്ലേഴ്സ് ആയിരിക്കും എൻ്റെ സ്ട്രാറ്റജീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയാം. Alchemy IAS, transforming dreams into reality.